ജഗത് കിഷോര ചന്ദ്രശേഖര. എന്തോ ഹല ഹലോ ഹല ഹല. എനിക്ക് ഇന്നത്തെ പെർഫോമൻസിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയാം? ഡാൻസ്. ആ ഡാൻസിൽ ഒരു കറക്ക് മെഷീൻ ഉണ്ട്. ആ മെഷീൻ നന്നിട്ട് കറങ്ങിക്കൊണ്ടിരുന്നു ആദ്യം. പിന്നെ റോബോട്ട് ഉണ്ടായിരുന്നു. റോബോ അതായത് അതും ഉണ്ടായിരുന്നു. പിന്നെ ജോഗിങ് ഉണ്ടായിരുന്നു അത് തുടക്കത്തിൽ. അപ്പൊ കറക്ക് മെഷീൻ, ജോഗിങ്, പിന്നെ റോബോട്ട്, പിന്നെ വേറെന്തായിരുന്നു? അതെന്താണ് ഈ പാട്ടിത്തെ സീനിലുണ്ട്. ഞാൻ വെച്ചു മറ്റേ ഉസൈൻ ബോൾട്ട് അല്ലേ പറഞ്ഞ, ഉസൈൻ ബോൾട്ടിനെ കാണിക്കുന്ന ഇങ്ങനെ. ഞാൻ വെച്ചു നീ 100 മീറ്റർ റേസ് ഒക്കെ കണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കാണിച്ചു. അതൊന്നല്ല, സിനിമയിൽ അതായിരിക്കും ഉദ്ദേശിച്ചിനി. സിനിമയിൽ അതായിരിക്കും ഉദ്ദേശിച്ചിനി. അത് ശരിയാ. മധു ഒരുപാട് പാട്ട് രാജ സാറിന് പാടിയിട്ടില്ലേ? ഇഷ്ടം പോലെ. നമ്മൾ ഒരിക്കൽ ഒന്നിച്ച് രാജ സാറിന്റെ ഒരു റെക്കോർഡിങ്ങിന് പോയത് ഓർമ്മ. മധുവാണ് എന്നെ ആദ്യമായിട്ട് രാജ സാറിന്റെ റെക്കോർഡിങ്ങിന് കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്കിപ്പോഴും ആ ഒരു മോമെന്റ് ഓർമ്മയുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ തുറിച്ചിങ്ങനെ എന്നെ നോക്കുന്നു. അതെങ്ങനെയാ നോക്കുക പെട്ടെന്ന് പരിചയമില്ലാത്തവരൊക്കെ എന്തിനാ ഇവിടെ വന്നിരിക്കണേ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാനവിടെ ഇരുന്നു. അപ്പൊ മധു പറഞ്ഞു ഇത് ജയചന്ദ്രൻ, അത്രേ ഉള്ളൂ. എന്റെ അടുത്ത് പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ ആണെന്നൊന്നും പറയണ്ട, ഒരു ഫാനാണെന്ന് മാത്രം പറഞ്ഞു. അത് പറഞ്ഞാൽ ചിലപ്പോ ആദ്യം തന്നെ വെളിയിലാക്കും. അപ്പൊ എന്തായാലും അങ്ങനെ കുറച്ചു നേരം രാജസാറുമായിട്ട് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, രാജസാർ ഇങ്ങനെ കൺസോളിൽ തന്നെ മൈക്ക് വെച്ച് അങ്ങനെ കുറെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതാണ് അതെങ്ങനെ പാടാൻ പറ്റുന്നു? ഇങ്ങനെ രാജസാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ മുമ്പിൽ പാട്ടുകാരൻ. അതെ, അതെങ്ങനെയാണ് സാധിക്കണേ? അതായത് ഇപ്പൊ ആര്യതായാലും രാജാ സാറാണെങ്കിൽ ഞാൻ ഇവിടെ തൊട്ടടുത്ത് ഇത്ര അടുത്ത് നിന്നാ പാടുന്നത്, കൺസോളില് ഹെഡ്ഫോൺ വെച്ചിട്ട്. അപ്പൊ ടെൻഷൻ ആവില്ലേ? എനിക്ക് പിന്നെ അത് ശീലമായി. വഴക്ക് കേട്ട് ശീലമായി. വഴക്കല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ, കളിയാക്കണ പോലെ സംസാരിക്കുള്ളൂ. ചിലവരൊക്കെ വഴക്ക് പറയും. രാജ സാർ ഷോർട്ട് ടെമ്പേർഡാണ്. അങ്ങനെ ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല. വല്ലാതെ ഇറിറ്റേറ്റഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ദേഷ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. நான் அப்படி கம்போஸ் பண்ணேன்னா, நான் இப்படி கம்போஸ் பண்ண மாதிரி அப்படியே பாடு, நான் அப்படி கம்போஸ் பண்ணல, உன்னை எதுக்கு இங்க வர வச்சிருக்க കേരളാലിருந்து, ഒഴുങ്കാ പാടുறதுக்கு தான் പാട്. അതാണ് അങ്ങനെയൊക്കെ ഉള്ളൂ. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കമ്പോസേഴ്സ് അല്ലേ? സ്റ്റേജിലാണെങ്കിലും റെക്കോർഡിംഗ് പോലെയാ, തെറ്റിക്കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് വീണ്ടും പാടും. അതായത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ശരി, പാട്ടുകാരാണെങ്കിലും ശരി.